ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നക്ഷത്രം സൈൻസും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം ആണെച്ചാൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വീഡിയോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവാൻ പോണേ, ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കാൻ പോണത് നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പോൾ എന്താ മെസ്സേജസ് പറയണതെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 8 of Wands ആണ് വന്നിരിക്കണേ. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? 4 of Wands. കറന്റ് സിറ്റുവേഷൻ 4 of Cups. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും 4 of Cups ആണ്. 4 of Cups ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്. രണ്ടാളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. മേ ബി ഇവിടെ കരിയറുടെ എനർജി കാണാണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും സമയം കിട്ടാത്തത്. അല്ലച്ചാ ഒരു പേഴ്സൺ ഇവിടെ കുറെ ബിസി ആയിരിക്കും. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലൊന്നും ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകണില്ല. ക്വീൻ ഓഫ് കപ്സ്, ഒരു പേഴ്സൺ ഇവിടെ കുറെ ഇമോഷണലി കണക്റ്റഡ് ആണ്, മറ്റേ പേഴ്സൺ കുറെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഇപ്പോൾ ഈ സമയത്ത്. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ 8 of Wands ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് കുറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ കുറെ റെസ്റ്റ്ലെസ് ആയി ഫീൽ ചെയ്യണു. കുറച്ചൊരു ഇംപേഷ്യൻസിൻ്റെ എനർജിയും ഉണ്ട്. ക്വീൻ ഓഫ് വാൻസ് നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇല്ലൊരു അക്വേറിയസ്, ലീബ്ര, ജെമിനി ആവാം. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് കുറേ പാഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നിങ്ങളുടെ എനർജി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണത്. എഫേർട്ടിൻ്റെയും അല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊരു ധൃതി ഇല്ല മാതിരി. ഓക്കെ, പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ 4 of Wands ആണ്. അവരുടെ എനർജിയിലും ഞാൻ എന്തോ ഒരു ഗുഡ് ന്യൂസ് ആണ് കാണുന്നത്. ഒരു മാരേജിൻ്റെ എനർജി കാണാണ്ട്, ഫാമിലി എനർജി കാണാണ്ട്. എന്താണ് ഈ 10 of Pentacles, 4 of Wands? എവിടെയോ ഇവിടെ എന്തോ ഒരു ഡെവിൽഡ് എനർജിയും ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ടോക്സിക് എനർജി ഇവരുടെ ഭാഗത്തിലുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആവാം. ഓക്കെ, അതല്ലച്ചാ അവരുടെ വീട്ടുകാർ ഈ റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായി? നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് വേൾഡ് എനർജിയാണ് പാസ്റ്റിൽ വന്നിരിക്കണേ. പാസ്റ്റിൽ വേൾഡ് 9 of Cups ഉണ്ട്, കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സൈക്കിൾ കംപ്ലീഷൻ്റെ എനർജി കാണാണ്ട് നിങ്ങൾ രണ്ടാളുടെയും എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു, ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആയിരുന്നു വിഷ്. ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഉണ്ട്, കുറെ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ എടുക്കണ എനർജി കാണാണ്ട്. ആദ്യം ഇവിടെ 7 of Swords ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7 of Swords ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ രണ്ടാളും മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ എല്ലാം ഫാക്ട്സ് നോക്കിയിട്ടല്ല ആ തീരുമാനം എടുത്തത്. എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾ ഇഗ്നോർ ചെയ്തു. എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടാവും, ഓർ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക്
കാര്യം ഒരു പ്രശ്നമായി തുടങ്ങിയിരിക്കണം. എന്താ വെച്ചാൽ ഇവിടെ 7 of Swords എന്തോ ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്, എന്തോ ഒരു സാബോട്ടാജിൻ്റെ എനർജിയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി 4 of Cups ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കാണാണ്ട്. ഓക്കെ, ഇവിടെ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ആ കാര്യം നിങ്ങൾ ഓഫീസിന്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്തോ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് മാതിരി ഒരു എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു സീക്രട്ട് ആയി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരോടും പറയാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ അതും ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പോൾ എന്താണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടെന്ന് നോക്കാം. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Wands. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ് ഇത് ശരിയാവും, ഇത് മുമ്പോട്ട് പോവും, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ കുറെ പോസിറ്റീവ് കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യണേ. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ. ഈ പേഴ്സണിന്റെ ഫീലിങ്സ് 4 of Pentacles, ഇവരെല്ലാം കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് പറയുന്നില്ല. 4 of Pentacles ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ്. ആക്ച്വലി അവരുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് അതുപോലും അവർ നിങ്ങളോട് എല്ലാം കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടാവില്ല. അതല്ല വെച്ചാൽ അവർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്തോ ഇവിടെ ഒരു എനർജി വിഡ്രോ ചെയ്യണ എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 of Pentacles എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ്? എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഒരു ചോയ്സ് എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്, ഇല്ല വെച്ചാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഇപ്പോൾ അവർക്കൊരു ചോയ്സ് എടുക്കാണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. അവർക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നു. ഈ കാര്യം അവർ നിങ്ങളോട് പറഞ്ഞും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 6 of Pentacles ആണ്. നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ എവിടെയോ നിങ്ങൾക്കും അറിയാം എന്തോ ശരിയല്ല എന്ന്. എന്തോ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പേഴ്സൺ എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല. അങ്ങനത്തെ എന്തോ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കും ഉണ്ട്. ഈ പേഴ്സന്റെ ഇൻറ്റൻഷൻ ആണ് 6 of Cups. അവർക്ക് ഇവിടെ റീകൺസിലിയേഷൻ വേണം നിങ്ങളുടെ കൂടെ. മുമ്പത്തെ മാതിരി എല്ലാം ശരിയാവണം എന്ന് അവർ അങ്ങനെ ഹോപ്പ് ചെയ്യണു. ഇവിടെ കുറെ ലവ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് കാര്യങ്ങൾ സ്റ്റേബിൾ ആവണം എന്ന് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ അവർ പറയൂല നിങ്ങളോട്. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഹൈ പ്രീസ്റ്റസ്, 8 of Cups. ഇവിടെ ഈ സീക്രറ്റ്സ് ഒക്കെ കുറെ ഉണ്ടായ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ചെയ്യണ തീരുമാനം എടുക്കുന്നുണ്ടാവും. എന്താ വെച്ചാൽ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അറിയാം ഇവിടെ സീക്രറ്റ്സ് കുറേ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പും ഒരു സീക്രട്ട് ആണ്. അപ്പോൾ ആ കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പബ്ലിക് ആക്കണം എന്നുണ്ടാവും. ഇവിടെ കുറെ സീക്രറ്റ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല. ഈ പേഴ്സന്റെ ആക്ഷനിൽ ഞാൻ കാണുന്നത് അവരെല്ലാം ബാലൻസ് ചെയ്യാൻ നോക്കണു. ഇവിടെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, പക്ഷെ അവരെല്ലാം 2 ഭാഗത്തിലും ബാലൻസ് ചെയ്യാൻ നോക്കണു. ഇവിടെ ഒരു ബിട്രയലിന്റെ എനർജിയും കാണാണ്ട്. അവർക്ക് പേടി എന്താ വെച്ചാൽ ഇവിടെ അവർ ഒരു തീരുമാനം എടുത്താൽ ഒരു പേഴ്സൺ ഹേർട്ട് ആവും, ഒരു ബിട്രയൽ മാതിരിയാവും അത്. അപ്പോൾ അവർക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? ഇവിടെ മജിഷ്യൻ. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് കുറേ ഉണ്ട്. നിങ്ങൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇത് ശരിയാവണം എന്ന്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആൻഡ് അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും സൂക്ഷിച്ചിട്ട് വേണം, പ്ലാൻ ചെയ്തിട്ട് വേണം മുമ്പോട്ടേക്ക് പോവാൻ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്. അത് കാണാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ രണ്ടാളുടെയും തീരുമാനം ആവണം. ഓക്കെ, 2 സൈഡിൽ നിന്നും ആ ഫീലിംഗ് വേണം. അപ്പം എന്താണ് ഇവിടെ this could be the one. You've already met the romantic partner you seek. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്കും ആ സെയിം എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം.
ആൻഡ് ഇവിടെ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. അപ്പോൾ എവിടെയോ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.